വളരെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ആക്കരുത് എന്ന് നിർബന്ധം പിടിച്ച് നിന്ന ആളെ മുഖ്യമന്ത്രി VC ആക്കാൻ സപ്പോർട്ട് ചെയ്തു. ഗവർണർ ആരോപണം ഉന്നയിച്ച് ഒരു കാരണവശാലും VC ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളെ ഗവർണർ സപ്പോർട്ട് ചെയ്തു. ഈ ഗവർണർ എന്ന് പറഞ്ഞ പദവിയൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ്. വൈസ് ചാൻസലർ നിയമത്തിൽ ഗവർണർമാർ സാധാരണ ഇടപെടാറില്ല. പക്ഷേ ഇടപെടാം. എങ്ങനെയാണ്? വളരെ വ്യക്തമായിട്ട് ഒരു പരാതി ഗവർണർക്ക് കിട്ടുകയാണെങ്കിൽ ആ വൈസ് ചാൻസലർ ആകാൻ ഉദ്ദേശിച്ച ആൾക്ക് അതിന്റെ യോഗ്യതയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറെ ആരോപണങ്ങളെന്ന് ബോധ്യപ്പെട്ടാൽ ഗവർണർക്ക് അതിൽ മാറ്റം വരുത്താം. അതാണ് സാധാരണ ഉണ്ടാകുന്ന ചിട്ടവട്ടം. അതനുസരിച്ചിട്ടാണ് ഗവർണർ വൈസ് ചാൻസലർ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ മാറ്റി നിർത്തിയത്, മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിയത് മിസ്റ്റർ ശ്രീനിവാസനെ. അപ്പൊ ആ തള്ളിയ വൈസ് ചാൻസലറെ ഗവർണർ അംഗീകരിച്ചു. എന്ത് മാറ്റമാണ് ഗവർണറുടെ മനസ്സിലുണ്ടായത്? താൻ തന്നെ പറ്റില്ല, യോഗ്യനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് എന്ന് പറഞ്ഞ ആളെ വൈസ് ചാൻസലറാക്കാൻ എന്താണ് കാരണം? അപ്പൊ ഇതിനകത്ത് ഗവർണർ പിന്നെ മുഖ്യമന്ത്രി തർക്കം നേരത്തെ ഇല്ല, അത് നാടകമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒത്തുതീർപ്പിന്റെ പിന്നിൽ മധ്യസ്ഥത വഹിച്ച് മുകളിൽ നിന്ന് ആളുണ്ടായിട്ടുണ്ട്. അത് തീർത്തും അന്തർധാരയാണ് എന്നുള്ളത് വ്യക്തമാണ്. അന്തർധാരയുടെ 4ാമത്തെ ലക്ഷണം ഞങ്ങൾ 3 പറഞ്ഞു. PMC, ലേബർ കോഡ്, ദേശീയപാത അഴിമതി, VC നിയമനം. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ വലിയ വീരവാദം പറഞ്ഞു. IFK സിനിമയിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കും. ബംഗാളിൽ പോയി പറയോ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പറയോ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ലെന്ന്? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇച്ഛിക്കുന്ന എന്താണോ ആദ്യമൊക്കെ എതിർപ്പ് എന്നൊക്കെ പറഞ്ഞ് നാടകം കാണിക്കും. അതാണ് വൈസ് ചാൻസലറുടെ കാര്യത്തിലുണ്ടായത്, അതാണ് PMCയുടെ കാര്യത്തിലുണ്ടായത്, അതാണ് ലേബർ കോഡിന്റെ കാര്യത്തിലുണ്ടായത്. പിന്നെ ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സ്ഥിതി വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ, മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ. ഇതാണ് സംഭവിക്കുന്നത്. അവർ പരസ്യമായിട്ട് കേരള ജനതയോട് മാപ്പ് പറയേണ്ട വിഷയമല്ലേ ഇത്? നിങ്ങൾ ആലോചിക്കണം, കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം, അവർ പരീക്ഷ എഴുതിക്കഴിഞ്ഞവർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾക്ക് പരക്കം പായുന്ന സമയം, ആ സമയം യൂണിവേഴ്സിറ്റിയെ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള സമരമായിരുന്നു SFI നടത്തിയത്. നിശ്ചലമാക്കുന്ന സമരമായിരുന്നു. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അതിൽ കംപ്ലീറ്റ് ഗവൺമെന്റ് സ്പോൺസേർഡ് സമരമായിരുന്നു. അല്ലാണ്ട് ഗവർണർക്കെതിരെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് ചാടി വീഴാൻ പറ്റുന്നത്? പറ്റില്ലല്ലോ. അത് പോലീസിന്റെ സംരക്ഷണയിൽ നടത്തിയ സമരമായിരുന്നു. അതായത് സർക്കാർ സ്പോൺസേർഡ് സമരമായിരുന്നു. ആ സമരം നടത്തിയിട്ട് വിദ്യാർത്ഥിയുടെ ഭാവി തുലച്ചവർ, വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കാത്തവർ ഇപ്പൊ നേരെ മലക്കം മറിയുമ്പോൾ ആ മലക്കം മറച്ചിലിന്റെ പിന്നിൽ ആരാണ്? ആ മലക്കം മറച്ചിലിന്റെ പിന്നിൽ കാരണം എന്താണ്? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമില്ലേ? അപ്പൊ ഇതെല്ലാം മറച്ചുവെക്കുന്ന ഡീലുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പരസ്പരം ഡീല് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലപാടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അതാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ CPM-ൽ തന്നെ ഇത് ചോദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് അതിന്റെ ഭാഗമാണ്. അല്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. UDF-ൽ എന്ത് വേണമെന്നൊക്കെ തീരുമാനിക്കേണ്ട UDF ആണ്. ഇപ്പൊ UDF-ന് മുമ്പിൽ അത്തരം ചർച്ചകൾ വന്നതായിട്ട് അങ്ങനെ യാതൊരു കാര്യവും എന്റെ മുന്നിലില്ല, എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. അല്ല, അതൊക്കെ UDF-ലെ ആണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. എല്ലാ കക്ഷികളും ഉണ്ടാവും. UDF-ലുണ്ടാവും. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് അപ്പോൾ പറയും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. താങ്ക് യു.